കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിലേക്കാണ് CSEB ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. അസിസ്റ്റൻറ്റ് സെക്രട്ടറി, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ജൂനിയർ ക്ലർക്ക്, സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്നിവയിലേക്കാണ് ഒഴിവുകൾ ക്ഷണിച്ചിരിക്കുന്നത്. 207 ഒഴിവുകളാണ്. 8,750 മുതൽ 69,250 രൂപ വരെ നിങ്ങൾക്ക് ശമ്പളമായിട്ട് ലഭിക്കും. ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 2024 മെയ് 15 മുതൽ 2024 ജൂലൈ 2 വരെ നിങ്ങൾക്ക് അപ്ലിക്കേഷനുകൾ അയക്കാൻ സാധിക്കും. കേരള CSEB.kerala.government.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. സെക്രട്ടറി 2 ഒഴിവ്, അസിസ്റ്റൻറ്റ് സെക്രട്ടറി 7 ഒഴിവ്, ജൂനിയർ ക്ലർക്ക് 190 ഒഴിവ്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 4 ഒഴിവ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 4 ഒഴിവ്. ആകെ 207 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് എല്ലാ തസ്തികകൾക്കും പ്രായപരിധി ആയിട്ട് പറയുന്നത്. വിദ്യാഭ്യാസ യോഗ്യത സെക്രട്ടറിക്ക് ഡിഗ്രി വിത്ത് HDC and BM ആണ് പറയുന്നത്. 7 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ BSc കോഓപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ MCOM, BCom ഓപ്പറേഷൻ വിത്ത് 7 years എക്സ്പീരിയൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. അസിസ്റ്റൻറ്റ് സെക്രട്ടറിക്ക് വേണ്ടത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച അംഗീകൃത സർവകലാശാല ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമ അല്ലെങ്കിൽ HDC BM ആണ് ചോദിച്ചിരിക്കുന്നത്. ജൂനിയർ ക്ലർക്കിന് SLC അഥവാ തത്തുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് പാസ്സായിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, MCA അല്ലെങ്കിൽ MSc ആണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത്. പ്രവൃത്തി പരിചയവും ചോദിച്ചിട്ടുണ്ട്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് ചോദിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മലയാളത്തിൽ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ വായിച്ചു നോക്കി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പൊതുവിഭാഗക്കാർക്കും വയസ്സ് ഇളവ് ലഭിക്കുന്നവർ ഉള്ളവർക്കും ഒരു സംഘം അല്ലെങ്കിൽ ബാങ്കിന് 150 രൂപയും തുടർന്ന് ഓരോ സംഘം ബാങ്കിനും 50 രൂപ വീതവും അധികമായി പരീക്ഷാ ഫീസായിട്ട് അടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം.